വി കെ മിനിമോൾ 24 ഒപ്പം ചേരുകയാണ്. ഇന്നാണ് തെരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞയും. നിയുക്ത മേയർ എന്ന് നമുക്ക് വിളിക്കാലോ അല്ലേ? പാർട്ടി നൽകിയിരിക്കുന്ന ഒരു പോസ്റ്റാണ്, തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും. ഒരു കൃത്യമായ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ എങ്കിലും ഒരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ ആശങ്കയോ അവസാന നിമിഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. കാരണം കൃത്യമായ മെജോറിറ്റിയാണ് നമുക്കുള്ളത്. 47 UDF അംഗങ്ങളുണ്ട്, 20 LDF ആണ്, ബാക്കി 6 പേര് BJP ആണ്. തീർച്ചയായും UDF വിജയിക്കുമെന്ന് തന്നെ നമുക്ക് അറിയാമല്ലോ. എന്തായാലും ഈ അവസാന നിമിഷം വരെ വലിയ സസ്പെൻസ് ആയിരുന്നു. പല പേരുകൾ ഉയർന്നു വന്നു. അതിന് ശേഷമാണ് മിനിമോളിലേക്ക് വന്നത്. അപ്പോൾ ഈ വലിയ വിജയത്തിൻ്റെ ഒരു ശോഭ കിട്ടുന്നതായി പോയോ തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെ? ഒരിക്കലുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സത്യപ്രതിജ്ഞ 21-ാം തീയതിയായിരുന്നു. 21-ാം തീയതിക്ക് ശേഷമാണ് പാർട്ടി നേതൃത്വം മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ തീരുമാനം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ BJP പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് തൃശ്ശൂർ മേയറും തിരുവനന്തപുരം മേയറൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ തീരെ വൈകി എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. ഒരു പുതിയ കോർപ്പറേഷൻ മന്ദിരത്തിൽ ഇരിക്കാൻ പോകുന്ന ആദ്യത്തെ വനിതാ മേയറാണൊരു പ്രത്യേകത കൂടിയുണ്ട്. തീർച്ചയായും അത് വളരെയേറെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 15 വർഷമായി ഈ കോർപ്പറേഷൻ ബിൽഡിംഗ് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പല ഭാഗങ്ങളിലും, കഴിഞ്ഞ പ്രാവശ്യം വർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നപ്പോഴും ആ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിൽ ഞാനും ഭാഗമായിട്ടുണ്ട്. പക്ഷേ പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പബ്ലിക്കിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കും. അവിടെ തന്നെയാണോ അല്ലെങ്കിൽ പഴയ കെട്ടിടത്തിൽ തന്നെ കുറച്ച് നാൾ കൂടി തുടർന്നിട്ട് അവിടുത്തെ പണി മുഴുവൻ പൂർത്തീകരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അങ്ങോട്ട് മാറിയതിന് ശേഷം നമ്മൾ അങ്ങോട്ട് മാറുമ്പോഴാണ് പബ്ലിക്കിന് അത് പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നേതൃത്വമായിട്ടൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 4-5 മാസമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഈ കൊച്ചി ഒരു പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനായി തന്നെയാണ് UDF ഉയർത്തിക്കാട്ടുക. അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലുള്ളൊരു ആദ്യത്തെ പ്ലാൻ? കൊച്ചിയുടെ വികസനം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ആളുകൾ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ UDFന് വ്യക്തമായ മെജോറിറ്റി നൽകി ആളുകൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി എന്തൊക്കെയാണ്, ഇപ്പോൾ അറിയാമല്ലോ 2.5 വർഷമാണ് എനിക്കും ദീപക്കും തന്നിരിക്കുന്നത്. അതിനുശേഷം 2.5 വർഷം ഷൈനിയും KVP കൃഷ്ണകുമാറാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും UDF എടുക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് 5 വർഷത്തേക്കുള്ള പ്ലാനുകളാണ്. അതിൽ ഷോർട്ട് ടേം പ്ലാൻ ഉണ്ടാവും, ലോങ് ടേം പ്ലാൻ ഉണ്ടാവും. കൃത്യമായ മോണിറ്ററിങ്ങോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങൾ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ടീമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം UDF എന്ന് പറയുന്നത് എക്കാലത്തും ഒരുമിച്ച് നിൽക്കേണ്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവും DCC പ്രസിഡൻറ്റും ഇവിടെയുള്ള മുതിർന്ന MP MLA മാർ, മുതിർന്ന നേതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടെടുത്തൊരു തീരുമാനമാണ് ഇപ്പോൾ എനിക്ക് മേയർ സ്ഥാനം നൽകുക എന്നുള്ളത്. അതിൽ സ്വാഭാവികമായും അവരുടെ എല്ലാവരുടെയും മനസ്സിലെ ആശയങ്ങളും ഈ നാട്ടിലെ പൗരാവലിയുടെ ആശയങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നല്ല ഭരണം ആയിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. കൗൺസിലർ സ്ഥാനത്തിന് പുതിയ റോളിലേക്കാണ് ഇന്നിനി പോകാൻ നിൽക്കുന്നത്. സത്യപ്രതിജ്ഞ തന്നെ ഉണ്ടാകും, മേയറാകും. പിന്നെ അതെ, കഴിഞ്ഞ 15 വർഷക്കാലവും കൗൺസിലറായിരുന്നു. അപ്പോൾ അതിനിടയിൽ 2 പ്രാവശ്യം നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയപ്പോഴും എനിക്ക് തോന്നുന്നു നല്ലൊരു ഉത്തരവാദിത്വമായിരുന്നു. കാരണം 74 ഡിവിഷൻ, അന്ന് ഇതിനേക്കാൾ കൂടുതൽ മാലിന്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമായിരുന്നു. അതൊക്കെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നമുക്കന്ന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. എല്ലാവരെയും ഒരുമിച്ചുണ്ടെങ്കിൽ കൊച്ചിയുടെ വികസനം നമുക്ക് നടപ്പാക്കാൻ സാധിക്കും. കുടുംബസമേതം തന്നെയാണ് സത്യപ്രതിജ്ഞ അടക്കം കാണാനിരിക്കുന്നത് അല്ലേ? തീർച്ചയായും. മോള് പുറത്താണ്, അവൾ പഠിക്കുന്നത് പുറത്താണ്. പക്ഷേ അവൾ ഉൾപ്പെടെ ഇന്നിപ്പോൾ എത്തിച്ചേർന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? എന്തായാലും കൊച്ചിയുടെ വികസനത്തിന് ഒരു പുതിയ മുഖമുദ്ര വരുത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് മിനിമോൾ പങ്കുവയ്ക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം സത്യപ്രതിജ്ഞയോടുകൂടി തന്നെ മേയർ വി കെ മിനിമോൾ എന്നാകും ഇനി അറിയപ്പെടുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.